വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് നമ്മൾ മിക്സിയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഓവണോ ബീറ്ററോ ഒന്നും ഈ റെസിപ്പിക്ക് ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അതുപോലെ ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ ആ 3 മുട്ട കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാ പാൽ തന്നെയാണ്. അതേപോലെ തന്നെ 1/2 കപ്പ് ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവറിങ്ങിനായിട്ട് ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ സാധാ പോലെ തന്നെ നിങ്ങളൊരു ജ്യൂസൊക്കെ അടിക്കുന്നത് പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. ഈ 1.5 കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് പൗഡറാണ്. ഏകദേശം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ അരിപ്പയിലേക്ക് ഇടുകയാണ്. അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ നിങ്ങളിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് നല്ല ലൈറ്റായിട്ട് കിട്ടും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രൈ മിക്സ്ചർ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ മൊത്തം കേക്ക് മിക്സ്ചർ ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. നമുക്ക് വേറെ പുറത്തിട്ടിട്ട് മിക്സ് ചെയ്യുക സ്പാച്ചുല ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ അരിച്ചെടുത്തിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറിലും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇപ്പോൾ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പൾസ് മോഡിലിട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്സി ഓണായിട്ട് അടിക്കുന്നില്ല. ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് ഇതുപോലെ കറക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കറക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ബാറ്റർ ഓവർ മിക്സ് ആവും. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് അടിയിലൊന്നും പിടിക്കാതെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് വിട്ട് കിട്ടും. ഒരു പഴയ തവ അടുപ്പത്ത് വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം വെക്കുന്നത്. ഈ പാത്രം ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാത്രം ചൂടായപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളി ബാറ്ററാണ്. മിക്സിയിലൊന്നും ഉണ്ടാക്കിയതൊന്നും നമുക്ക് തോന്നുകയില്ല. ഈ ബാറ്റർ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബാച്ചായിട്ടും ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ടൂത്ത് പീക്ക് കൊണ്ട് ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ട്. ഒന്ന് ചൂടടഞ്ഞ ശേഷം ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കേക്ക് അടി പിടിക്കുകയോ കരിഞ്ഞു പോയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കുമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് ബാച്ചായിട്ടും 3 ബാച്ചായിട്ടൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ കേക്കാവും. അതുപോലെ തന്നെ എല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് 3 ലെയറായി കട്ട് ചെയ്തിട്ട് ഐസ് ചെയ്യാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്